ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. IV ശശി മലയാള സിനിമയിൽ സമാനതകളില്ലാതെ സംവിധാന രംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്രതിഭ. മലയാളികൾക്കായി മറക്കാനാവാത്ത സിനിമകൾ ഒരുക്കിയ ആ അതുല്യ കലാകാരനെ കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. 3.5 പതിറ്റാണ്ട് കാലം കൊണ്ട് മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 170 സിനിമകൾ. 1948 മാർച്ച് 28 കോഴിക്കോട് വെസ്റ്റിയിൽ IV ചന്ദ്രന്റെയും കൗസല്യയുടെയും മകനായി ജനിച്ച ഇരിപ്പംവീട്ടിൽ ശശിധരൻ എന്ന മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ IV ശശിയുടെ വിശേഷണങ്ങൾ ഏറെയാണ്. ഉത്സവം എന്ന തന്റെ ആദ്യ സിനിമ മുതൽ ഏറെ വ്യത്യസ്തമായ സിനിമകളാണ് IV ശശി കാഴ്ചവെച്ചത്. അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച സീമ പിന്നീട് IV ശശിയുടെ സഹധർമ്മിണിയായി. ഏതാണ്ട് 30 സിനിമകളിൽ IV ശശി സീമയെ നായികയാക്കി. തൃഷ്ണ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചു. മോഹൻലാലിനെ ഇനിയെങ്കിലും എന്ന ചിത്രത്തിലൂടെ നായകവേഷത്തിൽ അവതരിപ്പിച്ചതും IV ശശി തന്നെ. കമൽഹാസനെ നായകനാക്കി മലയാളം, തമിഴ് ചിത്രങ്ങൾ ചെയ്തു. രജനീകാന്തിനെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചതും IV ശശി തന്നെയാണ്. അമേരിക്കയിൽ വെച്ച് ആദ്യമായി ചിത്രീകരിച്ച മലയാളം സിനിമയും IV ശശിയുടെ 7-ാം കടലിനക്കരയാണ്. മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ദേവാസുരം സംവിധാനം ചെയ്തത് IV ശശിയാണ്. MT, പത്മരാജൻ, T ദാമോദരൻ, ഷെരീഫ്, ലോഹിതദാസ്, രഞ്ജിത്ത് തുടങ്ങിയ പ്രഗത്ഭന്മാരെല്ലാം IV ശശി ചിത്രങ്ങൾക്കായി തൂലിക ചലിപ്പിച്ചു. മലയാളത്തിലെ ആൾക്കൂട്ട രാഷ്ട്രീയ ചിത്രങ്ങൾ IV ശശിയുടേതാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ജേതാവ് കൂടിയാണ് IV ശശി. 2017 ഒക്ടോബർ 24 തന്റെ 70-ാമത്തെ വയസ്സിൽ IV ശശി ഈ ലോകത്തോട് വിട പറഞ്ഞു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.